ദൈവത്തിരുനാമത്തിന് ഇന്നും എന്നും മഹത്വം ഉണ്ടാകട്ടെ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകളും, ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. സങ്കീർത്തനം തന്നെ ദൈവസ്തുതികൾ കൊണ്ട് നിറഞ്ഞതാണ്. നമ്മൾ ചിന്തിക്കാറുണ്ട്. മിക്ക സങ്കീർത്തനത്തിൻ്റെയും ആരംഭം തന്നെ യഹോവയെ സ്തുതിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്രകാരമുള്ള ഒരു സങ്കീർത്തനത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. 136 സങ്കീർത്തനം. വളരെ അത് കേൾക്കാൻ നല്ല, മിക്കവരും കേട്ടത് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അല്ല, ഒരു രസാത്മകമായിട്ട് പോലും കേൾക്കാൻ, രസാത്മകമെന്ന് ഉദ്ദേശിച്ചത് ആ ഒരു ഭംഗിയോടുകൂടി, അത് കാരണം ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങൾ, ദൈവത്തെ സ്തുതിക്കുക, അവൻ്റെ അങ്ങനെ ആവർത്തിച്ച് വരുന്ന ചില വാക്കുകൾ കൊണ്ട് ശ്രദ്ധേയമായൊരു സങ്കീർത്തനമാണ് 136. ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് പാടുന്ന ഒരു സങ്കീർത്തനമാണത്. യെരൂശലേം ദേവാലയത്തിൽ അങ്ങനെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ നിയോഗിച്ചിരുന്നവർ പാടിയിരുന്ന സങ്കീർത്തനം. അവർ നിരന്തരം പാടിയിരുന്ന ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചാണ്. ദ സ്റ്റെഡ് ഫാസ്റ്റ് ലവ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നിരന്തരമായ ദയ, മാറ്റമില്ലാത്ത ദയ, അത് എന്നേക്കുമുള്ളത് നമ്മൾ പാടിയിരുന്നു. അപ്പോൾ 136 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതേ ഹെഡിങ്ങിൽ, ഇതേ ആരംഭം തന്നെയുള്ള 2-3 സങ്കീർത്തനങ്ങളുണ്ട്. 106 സങ്കീർത്തനം ഇതുപോലെ തന്നെയാണ് തുടങ്ങുന്നത്. യഹോവയെ സ്തുതിക്കുവീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 107 സങ്കീർത്തനം അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. 118 അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. ഇവിടെയും ആ വാക്ക് ചേർത്ത് ഇവിടെ തുടങ്ങുകയാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ സങ്കീർത്തനം മുഴുവനും. ഓ ഗീവ് താങ്ക്സ് ടു ദ ലോർഡ്, ഓ ഗീവ് താങ്ക്സ് ടു ദ ഗോഡ് ഓഫ് ഗോഡ്സ്, ഫോർ ഹിസ് സ്റ്റെഡ്ഫാസ്റ്റ് ലവ് എൻഡ്യൂർസ് ഫോർ എവർ. ഓ ഗീവ് താങ്ക്സ് ടു ദ ലോർഡ് ഓഫ് ലോർഡ്സ്, ഫോർ ഹിസ് സ്റ്റെഡ്ഫാസ്റ്റ് ലവ് എൻഡ്യൂർസ് ഫോർ എവർ. ദൈവാദി ദൈവത്തിന്, കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടുന്നത്. ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് ഏറ്റവും മഹത്തരമായൊരിതാണ്. ഇത് യെരൂശലേം ദേവാലയത്തിൽ ആ പെട്ടകമൊക്കെ തിരിച്ച് കൊണ്ടുവന്ന്, പിടിക്കപ്പെട്ടു പോയ പെട്ടകമൊക്കെ തിരികെ കൊണ്ടുവന്നത് യഥാസ്ഥാനപ്പെടുത്തിയിട്ട് ദാവീദ് ദൈവത്തെ സ്തുതിക്കുവാൻ അവിടെ കുറേ പേരെ നിയമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 1 ദിനവൃത്താന്ത പുസ്തകം 16 അധ്യായം അതിൻ്റെ 5 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 4 വാക്യം മുതൽ കണ്ടാൽ, അവൻ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ആസാഫ് തലവൻ, 2 സഖരിയാവ്, പിന്നെ യെയിയേൽ, ശെമീരാമോത്ത്, യെഹിയേൽ, മത്ഥിഥ്യാവ്, ഏലിയാബ്, ബെനായാവ്, ഓബേദേദോം, യെയിയേൽ എന്നിവർ വീണയും കിന്നരവും വായിച്ചു. ആസാഫ് കൈത്താളം കൊട്ടി. പുരോഹിതന്മാരായ ബെനായാവും യഹസിയേലും ദൈവത്തിൻ്റെ നിയമൊട്ടകത്തിന് മുമ്പിൽ നിരന്തരം കാഹളമോതി. അങ്ങനെ ഇവിടെ ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദാവീദ് നിയമിക്കുകയാണ് ദേവാലയത്തിൽ. അത് തുടർന്ന് വരുന്ന അദ്ദേഹങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും. അവർ നിയമിക്കുന്നതായിട്ടാണ് പറയുന്നത്. അവർ പാടിയ സങ്കീർത്തനം അവിടെ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് അതിനകത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ നിരന്തരമെന്ന് പാടുവാനും തക്കവണ്ണം ദൈവത്തെ ആരാധിക്കുവാനും ഒക്കെ ഇവരെ നിയമിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. അവൻ്റെ അത്ഭുതങ്ങളൊക്കെ വർണ്ണിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവമുണ്ട്. യഹോശാഫത്ത് രാജാവിൻ്റെ നേരെ 3 രാജാക്കന്മാർ യുദ്ധത്തിന് വരികയാണ്. അത് 2 ദിനവൃത്താന്ത പുസ്തകം 20 അധ്യായത്തിലാണ്. അതിൻ്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫത്തിന് നേരെ യുദ്ധത്തിന് വന്നു. ഇങ്ങനെ യഹോശാഫത്തിന് നേരെ 3 കൂട്ടരും ഇത് വന്നപ്പോൾ ഈ യഹോശാഫത്ത് ദൈവത്തിൽ ആശ്രയിക്കുക, ഒരു ഉപവാസമൊക്കെ പ്രസിദ്ധം ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ യഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ മത്ഥന്യാവിൻ്റെ മകനായ യെയിയേലിൻ്റെ മകനായ ബെനായാവിൻ്റെ മകനായ സഖരിയാവിൻ്റെ മകൻ യഹസ്യേൽ എന്നൊരു ലേവ്യൻ്റെ മേൽ വന്നിട്ട് അവർ ദൈവം ബലപ്പെടുത്തുകയാണ്. ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. അവിടെയാണ് പറയുന്നത്, യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെത് അത്രയെന്ന്. ആ വാക്യം,
നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, ഇതാ അവർ സീസ് കയറ്റി. എന്നിട്ട് ഇവിടെ ദൈവം പറയും, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ, ഭയപ്പെടരുത്, ഭ്രമിക്കുവിൻ. ഇങ്ങനെ ദൈവം ധൈര്യപ്പെടുത്തിയിട്ട് യഹോശാഫത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ സംഗീതക്കാരെയൊക്കെ വിളിച്ച് യഹോശാഫത്ത് യെരൂശലേം നിവാസികൾ യഹോവയോട് വീണ്ടും നമസ്കരിച്ചിട്ട് അവരെ ഈ സൈന്യത്തിന് മുമ്പിൽ നിർത്തി. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെത് എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബിയരുടെയും സേവ്യ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി കാണുകയാണ്. വലിയൊരു ജയത്തിൻ്റെ ഒരു അനുഭവം ഇവിടെയുണ്ട്. ശരിക്കും യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ആദ്യം ആരെയാണ് നടത്തുന്നത്? പടയാളികളെയാണ് നിർത്തേണ്ടത്. പക്ഷെ ഇവിടെ യഹോശാഫത്ത് നിർത്തിയത് സംഗീതക്കാരെയാണ്, ദൈവത്തെ സ്തുതിക്കുവാൻ. ആ ബാറ്റലിന് മുമ്പായിട്ട് നിന്നുകൊണ്ട് ഇവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവർ ഈ യഹോശാഫത്തിന് നേരെ വന്ന ആ ശത്രു സൈന്യം അവരുടെ നേരെ പതിയിരിപ്പുകാർ വന്ന് അവരെ തോൽപ്പിച്ചതായിട്ട് ഇവിടെ കാണുകയാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു ഇടപെടലായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ മോവാബിരെയും അമ്മോന്യരെയും മെയൂന്യരിൽ ചിലർ അവരെ ജയിച്ച് യഹോശാഫത്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിൻ്റെ നന്മകളെ ഓർക്കുക, അത് രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അത് ഉപകരിക്കും. രണ്ട്, നമ്മൾ തന്നെ ഒരു റിക്കളക്ഷൻ, ഒരു റീതിങ്ക്, അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ, ദൈവം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതെന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഇതിടയായി തീരും. അപ്പം നമുക്ക് ബലം കൂടും. ഇതാണ് നമ്മളെ ദൈവം ഇത്ര നാൾ വിടുവിച്ചുള്ളൂ, ഇന്നയോളം വഴി നടത്തിയ ദൈവം മേലാലും വിടുവിപ്പാൻ ശക്തൻ. പൗലോസ് പറയുന്നുണ്ടല്ലോ, അവൻ ഞങ്ങളെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്നു, മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനെ ആശിക്കുന്നു. അതാണ്, വിടുവിച്ച ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആ ദൈവം ഇന്നും വിടുവിപ്പാൻ ശക്തനാണ്. ആ ദൈവം ഇന്നും വിടുവിക്കുമെങ്കിൽ അവൻ മേലാലും വിടുവിപ്പാൻ ശക്തനാണെന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഓർക്കുക, ദൈവത്തിൻ്റെ മഹാശക്തിയെ ഓർക്കുക, ദൈവം ആരാണെന്നൊന്ന് ചിന്തിക്കുക. പ്രിയരെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഹു ഈസ് ഗോഡ്? ഗോഡ് ഈസ് ദ ക്രിയേറ്റർ ഓഫ് എവരി ക്രിയേഷൻ. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ ദൈവം അല്ലേ? അണ്ടഘടകങ്ങളെ മെനഞ്ഞ ദൈവം, പ്രപഞ്ച സൃഷ്ടാവാൻ ദൈവം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എന്താ ഈ പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത്? പ്രിയ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതം തന്നെ എത്ര ധന്യമായിട്ടാണ് ദൈവം നമ്മുടെ നമ്മുടെ ശരീരം, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി, നമ്മുടെ കേൾവി അല്ലേ, ഇതിനൊക്കെ എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ നമ്മളതിൻ്റെ വില മനസ്സിലാകുന്നുണ്ടോ? അല്ലേ? എൻ്റെ ഒരു ട്രാൻസ്പ്ലാന്റ് നടന്നാണ് ഒരു അവയവം, പക്ഷെ അതുവരെയും അതിൻ്റെ വില എപ്പോൾ ആ മനുഷ്യൻ തരുമ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അവിടെ നമ്മൾ കിട്ടുന്ന ശ്വാസോച്ഛ്വാസത്തിന് തടസ്സം നേരിടുന്നവർക്ക് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അതിനുള്ള ഈടാക്കുന്ന പണം നമ്മളിന്ന് ഫ്രീ ആയിട്ടെല്ലാം ഇത് ചെയ്യുകയാണ്. പ്രിയരെ, ചിന്തിക്കുക, എല്ലാ അത്ഭുതങ്ങളും നമ്മൾ ആ ചെറിയ മറ്റു വലിയ പഠനശാഖകളിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചില്ലെന്ന് വരാം. വേണ്ട, നമ്മുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നമ്മളിൽ തന്നെയുള്ള ദൈവത്തിൻ്റെ ഓരോ ദൈവത്തിൻ്റെ ആ കരവിരുത്, ദൈവത്തിൻ്റെ അത്ഭുതം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സൃഷ്ടിയിൽ, ഓരോ ചെറിയ ജീവികളിൽ, മറ്റുള്ളതിൽ, പ്രപഞ്ചത്തിൽ, അന്തരീക്ഷത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുമ്പോൾ, ദൈവമേ, മർത്തേനെ നീ ഓർക്കുവാൻ അവൻ എന്തുമാത്രം, നീ ദൈവത്തെക്കാൾ അല്പം മാത്രം അവനെ താഴ്ത്തി മഹത്വവും തേജസ്സും അവനെ അണിയിച്ചിരിക്കുന്നുവെന്ന് 8-ാം സങ്കീർത്തനത്തിലെ വാക്യം നമുക്ക് ഓർമ്മ വരും. അതിന് ഇതെല്ലാം മനുഷ്യന് വേണ്ടി ദൈവം നിർമ്മിച്ചു. ആകാശം, ഭൂമി, ചന്ദ്രങ്ങൾ, സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങൾ എല്ലാം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടി. ആ മനുഷ്യൻ്റെ ദൈവം സൃഷ്ടിയുടെ മകുടമായിട്ട് നിർമ്മിച്ചു. എന്നാൽ ആ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ അവന് അതിലൊക്കെ അപജയം സംഭവിക്കുകയാണ്. അതിലേക്ക് അവനായിരുന്ന സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവരാണ് 2-ാം ആദാമാകുന്ന യേശു വന്നത്. 1-ാം ആദാം വീണുപോയ സ്ഥാനത്ത് 2-ാം ആദാമാകുന്ന യേശു ക്രിസ്തു വന്നു, നമ്മളെ വീണ്ടെടുത്തു. തൻ്റെ യാഗത്താൽ, തൻ്റെ ബലിയാൽ, തൻ്റെ രക്തത്താൽ, അവനുള്ള വിശ്വാസത്താൽ നമ്മളെ അവൻ വീണ്ടെടുത്തിട്ട് ആദാം ദൈവത്തിൻ്റെ മകൻ. ആദാം, ഈ ജീനോളജി, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വംശാവലി പട്ടിക എഴുതുമ്പോൾ ലൂക്കോസ് ലീഹ അത് കൊണ്ട് അവസാനിപ്പിക്കുന്നത് ആദാമിൻ്റെ മകൻ എഴുതിയിട്ട് ആദാം ദൈവത്തിൻ്റെ മകൻ, സൺ ഓഫ് ഗോഡ്. ആ ദൈവപുത്രൻ മനുഷ്യപുത്രനായത് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി തീർക്കാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ മക്കളായിരുന്നു. ആ വീഴ്ച സംഭവിച്ച അതിലേക്ക് അത് നികത്തിയിട്ട് ആ പാപത്തിൻ്റെ എല്ലാം പരിഹാരം വരുത്തിയിട്ട് നമ്മളെ റിസ്റ്റോർ ചെയ്യിക്കുവാൻ,
നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, ദൈവമക്കൾ എന്ന പദവിയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുവാൻ. അത് ലൂക്കോസ് ലീഗ അത് മനോഹരമായിട്ട് കൊണ്ട് നിന്ദിക്കുകയാണ്. അവസാനം പറയുന്ന ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞ ജീനിയോളജി ആ കണ്ടി വിട്ടുപോയ കണ്ട് ബന്ധിപ്പിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുക, അങ്ങനെ ഓർത്ത് ദൈവം നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ദൈവം നമുക്ക് തരുന്ന നിത്യജീവനാണ്. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തം നിത്യജീവനാണ്. കാരണം ഇവിടെ എന്തെല്ലാം നമ്മൾ ലഭിച്ചാലും അതെല്ലാം ക്ഷണികമാണ്, നശ്വരമാണ്. അതാണ് നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി, നിലനിൽക്കുന്നതിന് വേണ്ടി. അത് ദൈവത്തിന് നിങ്ങൾക്ക് തരുമെന്ന് കർത്താവ് പറയുകയാണ്. അതാണ് ജീവൻ്റെ അപ്പം എന്ന് യേശുവിനെ കുറിച്ച് പറയുന്നത്. എന്നെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവനോട് നിന്നിൽ വിശ്വസിക്കുന്ന ഒരു നാൾ മരിക്കുകയില്ല എന്ന് കർത്താവ് പറയുകയാണ്. ജീവൻ്റെ അപ്പമാകുന്ന യേശു, അവനാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സ്വർഗത്തിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ദൈവം ചെയ്ത നന്മകൾ ഓർക്കുക. അങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഇവിടെ എന്തുകൊണ്ടാണ് ആദ്യത്തെ പോർഷൻ നമ്മൾ ചിന്തിച്ചുള്ളൂ, തുടർന്ന് നമുക്ക് വരാം, അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. ഇവിടെ ആദ്യം തന്നെ ചിന്തിച്ചത് ഏതാണ്? 3 വരെയുള്ള വാക്യങ്ങളിൽ എന്താ പറയുന്നത്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെത് എന്നേക്കുമുള്ളത്. ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ്റെ ഡിഗ്നിക്കിട്ടുമാണ്. എന്താണ് ദൈവത്തിൻ്റെ? ദൈവാദി ദൈവം, ഗോഡ് ഓഫ് ഗോഡ്സ്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ ദൈവാദി ദൈവമാണ്, കർത്താദി കർത്താവാണ്. ഭൂമിയിൽ ദേവന്മാരെന്ന് പേരുള്ളവർ അനവധി ഉണ്ടെങ്കിലും ഏകദൈവമേ നമുക്കുള്ളൂ, അല്ലേ? പേരുള്ളവരുണ്ട്, സ്മോൾ ഇട്ടിട്ട് ലോഡ്സ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഈ ലോകത്തിലൊരു ദൈവമുണ്ട്, അതാണ് ലോകത്തിൻ്റെ ദൈവം പിശാച്. ചിലരുടെ ദൈവം എന്താണ്? ഒത്തിരി ദൈവങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. ലോകത്തിൻ്റെ ദൈവം പിശാച്, പിന്നെ പറയാം അവരുടെ ദൈവം വയറാണ് ചിലരുടെ ദൈവം. പിന്നെ മീഖായിൽ അവിടെ നഹൂമിലാണ് അവിടെ പറയാം സ്വന്തം ശക്തിയിലോ അവർക്ക് ദൈവം, അനേകർ സ്വന്തം ശക്തിയാണ് ദൈവം. എന്തൊക്കെയാണോ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ എന്തിലാണോ ആശ്രയിക്കുന്നത്, അതാണ് നമ്മുടെ ആ ഒരു ദൈവത്വത്തിൻ്റെ എന്ന് പറയുന്നത്. അപ്പം നമുക്കതൊന്നുമല്ല. ദൈവാദി ദൈവം, ഗോഡ് ഓഫ് ഗോഡ്സ്, ലോർഡ് ഓഫ് ലോർഡ്സ്, കിങ് ഓഫ് കിങ്സ്, അല്ലേ? ദൈവാദി ദൈവം, രാജാദി രാജൻ, കർത്താദി കർത്താവ്, അവനെ നമുക്ക് സ്തുതിക്കാനായിട്ട് സാധിക്കണം. ഇവിടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്നാ പറയുന്നത്? അവൻ്റെ ദയ, അവൻ നല്ലവനാണ്. ഹി ഈസ് ഗുഡ്, ഗോഡ് ഈസ് ഓൾവേസ് ഗുഡ്. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, സ്റ്റെഡ് ഫാസ്റ്റ് ലവ്. ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതെന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സംഗതിയാക്കണം. അങ്ങനെ നമ്മൾ പാടി സ്തുതിക്കുമ്പോൾ നമുക്ക് തന്നെ ബലം കിട്ടുക. ദൈവത്തെ വാഴ്ത്തി അവർ ധൈര്യം പ്രാപിച്ചെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലനും എൻ്റെ ജീവിതത്തിൽ അവർ സംഭവിക്കുന്നു. അവർ കടൽക്കരയിൽ ഒരു ദൈവത്തെ വാഴ്ത്തി ബലം പ്രാപിച്ചു എന്ന്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 28-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. അവിടെ ആ യാത്രയിൽ അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അഭ്യപുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റ് വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു എന്ന് പറയുന്നത്. ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ ദൈവം നമുക്ക് ബലം പകർന്നു വരും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിൻ്റെ നമ്മളെ ഓർക്കാം. അപ്പോൾ നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നപ്പോൾ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാതെ എപ്പോഴും ഓർത്ത് അങ്ങയെ സ്തുതിക്കുവാൻ, നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവെ അവൻ്റെ മഹത്വത്തിന് തക്കവണ്ണം അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. അപ്പോൾ ആയുഷ്കാലമൊക്കെയും നീ വിശുദ്ധിയിൽ ഭയം കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ കൃപ നൽകുന്ന അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം ഞങ്ങൾ നിവർത്തിക്കണമേ. അപ്പോൾ നിന്നെ ആരാധിപ്പാൻ ഞങ്ങളവിടുന്ന് പഠിപ്പിക്കണമേ. സത്യാരാധനയെ ഞങ്ങളവിടുന്ന് ഉത്സുകരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്ത നല്ല ഉപകാരങ്ങൾക്കായി, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിച്ച എല്ലാ നന്മകൾക്കായി, മേലാലും പ്രവർത്തിക്കുവന്ന നന്മകൾക്കായി എല്ലാറ്റിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. മാറാത്ത ദയയ്ക്കായി, അവിടുത്തെ കരുണയ്ക്കായി, അവിടുത്തെ കൃപയ്ക്ക് എല്ലാറ്റിനായി സ്തോത്രപ്പ. ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുത്തെ ഇത് ഞങ്ങൾ പരിപൂർണമായി നിവർത്തിക്കപ്പെടണമേ. തിരുവിഷ്ടത്തിന് യോഗ്യമാവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങൾ അവിടുന്ന് ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് എല്ലാ നന്മകളും നിറയ്ക്കണേ, മഹത്വം കൊടുത്ത് മാത്രം എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം മഹിമപ്പെടുത്തിക്കൊണ്ടിട്ടെങ്കിൽ ജീവപാനോട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പരമോന്നതൻ കുരിശോളവും തന്നെ താഴ്ത്തിയെന്നെയോർത്തവൻ, എന്നുമുള്ളവൻ സർവവല്ലഭൻ, മണ്ണും വിണ്ണുമെല്ലാം ഉണ്ടാക്കിയോൻ, ഉന്നതാധിപൻ, ഹീനപാപിയാം എന്നെ തേടി വന്നതല്ല.
അത്ഭുതം